പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. അടൂരിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ബാക്കിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അടൂർ ഇല്ലത്തകാവ് ശ്രീ ഗണേശ പരാശക്തി ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിലെ തിടപ്പള്ളിയും അതോടൊപ്പം തന്നെ പ്രധാന ശ്രീകോവിലും അടക്കം തല്ലി തകർത്തുകൊണ്ട് വലിയ മോഷണമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ദുർഗാക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ കട്ട കൊണ്ട് ഇടിച്ചു തകർക്കുകയും തിടപ്പള്ളിയും സ്റ്റോർ റൂമും അടക്കം വളരെ മോശകരമായ രീതിയിൽ കമ്പ് ഉപയോഗിച്ചും കല്ലുപയോഗിച്ചും അടിച്ചു തകർത്തുകൊണ്ട് വലിയ മോഷണ ശ്രമങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അടൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്ത് വന്ന് പരിശോധിക്കുകയും ക്ഷേത്ര ഭാരവാഹികളുടെ മൊഴികൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. രാവിലെ മേൽശാന്തി 6:30 മണിക്ക് ക്ഷേത്രം തുറക്കാൻ വരുന്ന സമയത്ത് ഇങ്ങനെ ക്ഷേത്ര ശ്രീകോവിലുകളെല്ലാം ഇങ്ങനെ കുത്തിപ്പൊളിച്ചിട്ടായിട്ട് കാണുന്നു. ഇത് തകർത്ത ഒരു രീതി വൈരാഗ്യ ബുദ്ധിയോട് ചെയ്യുന്ന കണ്ടിട്ട് അലമാരിയൊക്കെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. CCTV പരിശോധിച്ചപ്പോൾ ഒരാളുടെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. അയാളെ പരിചയമുള്ള ആളാണ് നമ്മൾ കണ്ടിട്ടില്ല ആളുടെ. പോലീസ് വന്ന് പരിശോധന നടത്തിയോ? പോലീസ് വന്ന് പോയി മൊഴി കൊടുത്തു. ഇനിയിപ്പോൾ ഒരു ഫോറൻസിക്കുകാരും പിന്നെ ഡോഗ് സ്ക്വാഡും വരും. അതിനുശേഷമേ ബാക്കി പോലീസ് സ്റ്റേഷനിൽ ആൾ വരത്തുള്ളൂ. ഏകദേശം എത്ര രൂപയുടെ നാശനഷ്ടം ഉണ്ടായി? ഇത് എല്ലാം കൂടെ മാറ്റാനാണെങ്കിൽ 10,000-75,000 രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ സാമ്പത്തികമായി എത്ര രൂപ പോയിട്ടുണ്ട്? സാമ്പത്തികമായിട്ട് പിന്നെ വഞ്ചിക്കകത്തുനിന്ന് 10,000 രൂപ കാണും. അല്ലാതെ സ്റ്റോർ റൂമില്ല, അവിടെ പൈസ ഒന്നും വെച്ചിട്ടില്ല. സ്വർണ്ണം നാണയങ്ങളും ഒന്നുമില്ല. സ്വർണ്ണമൊക്കെ വേറെ സൂക്ഷിക്കുന്നു. സ്വർണ്ണമൊക്കെ വേറെ ലോക്കറിലാണ്. അടുത്തുള്ള സെക്യൂരിറ്റി KSRTCയുടെ പാർക്കിംഗ് ഏരിയയാണ്. സെക്യൂരിറ്റി അവരൊന്നും അറിഞ്ഞില്ല ഈ സംഭവം? അവരൊന്നും അറിഞ്ഞായിട്ട് നമുക്ക് അറിയത്തില്ല. അകത്ത് നമ്മൾ തുറന്നിട്ടില്ല, ഇതുപോലെ തന്നെ കിടക്കുകയാണ്. അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പം ഈ 3 കോവിലല്ലേ? ഈ 2 കോവിലും മറ്റേ തിടപ്പള്ളി ഓഫീസ് റൂം 4 തകർത്ത്. ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടാമത്തെ അറ്റംപ്റ്റ് ആണല്ലേ? 6 മാസത്തിനകത്ത് രണ്ടാമത്തെ. ആദ്യ സമയത്ത് നിങ്ങളെ പോലീസിലേക്ക് ഇൻഫോം ചെയ്ത സമയത്ത് ഇൻഫോം ചെയ്ത അത് അന്ന് ഇതിനകത്ത് തൂക്കുകളൊക്കെ 2-നകത്ത് നന്നായി തൂക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അത് അങ്ങോട്ട് കൊണ്ടുപോയത്. അത് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പറയാം, അവർ നോക്കിയൊക്കെ ചെയ്താ. ഈ പ്രദേശത്ത് പോലീസ് പെട്രോളിംഗ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ പെട്രോളിംഗ് ഉണ്ട്. ഇവിടെ രാത്രിയിലും പകലും ഒക്കെ ഉണ്ട്. പകല് പിങ്ക് പോലീസ് ഉണ്ട്, രാത്രിയിലവരുടെ പെട്രോളിംഗ് ഉണ്ട്. എന്നിട്ടാണ് ഈ വിഷയം നടന്നത്. ഈ വ്യക്തിയെ കണ്ടിട്ട് എന്തെങ്കിലും പരിചയമുണ്ടോ? ഇല്ല, നമുക്ക് ഒന്നും പരിചയമായിട്ട് തോന്നുന്നില്ല. ഫോറൻസിക് വിദഗ്ധരായ ആളുകൾ വന്ന് കൂടുതൽ അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ ഇതിൻ്റെ പ്രതികളെ കൃത്യമായി പിടികൂടാൻ സാധിക്കുകയുള്ളൂ. CCTV ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന 2 യുവാക്കൾ ഏകദേശം 11 മണിയോടുകൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരികയും സിമൻറ്റ് കട്ട ഉപയോഗിച്ച് ദുർഗാക്ഷേത്രത്തിൻ്റെ കോവിൽ അടിച്ചു തകർക്കുകയുമായി ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ വിഗ്രഹത്തിന് മറ്റും കേടുപാടുകൾ സംഭവിച്ചുവെന്നോ മറ്റു കൂടുതൽ കാര്യങ്ങളൊക്കെ ഫോറൻസിക് വിദഗ്ധർ വന്ന് പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ നമുക്കറിയാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും ഇത്തരത്തിലൊരു മോഷണ ശ്രമം കഴിഞ്ഞ് 6 മാസം മുമ്പേ ഇവിടെ നടന്നിരുന്നു. അന്ന് തൂക്കുകളൊക്കെ അടക്കമുള്ള സാധന സാമഗ്രികൾ ഇവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. എന്തായാലും ഈ പ്രദേശത്ത് പോലീസിന് ശക്തമായ പെട്രോളിംഗ് ഉണ്ട്. അടൂരിൻ്റെ ഹൃദയഭാഗത്താണ് നടന്നത്. എന്തായാലും ഇത് പോലീസ് വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം KSRTC ബസ് സ്റ്റാൻഡിൻ്റെയും അടൂരിൻ്റെയും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഇവിടെ ഇപ്പം ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞിരിക്കുന്നത് ഈ 6 മാസം മുമ്പ് ഞങ്ങൾ ഈ മോഷണവുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തപ്പോൾ നിരവധി തവണ പോലീസ് ഇവിടെ പെട്രോളിംഗ് നടത്തുന്നുണ്ട്. അതുപോലെ പകൽ സമയങ്ങളിൽ പിങ്ക് പോലീസും പെട്രോളിംഗ് നടത്തുന്നുണ്ട്. പക്ഷേ കാര്യമായ രീതിയിൽ ഈ പ്രദേശത്ത് പെട്രോളിംഗ് നടത്തുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഇത്തരത്തിലുള്ള മോഷണത്തിന് കുറ്റവാളികളെ പ്രേരിപ്പിച്ചെന്താണെന്ന് പോലീസ് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. വളരെ ഗൗരവതരമായി കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. സ്ഥലം MLA ആയ ശ്രീ ചിറ്റയം ഗോകുമാർ അടക്കം മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥരൊക്കെ വിഷയത്തിൽ ഇടപെടണമെന്നാണ് വാർത്ത 24 പറയാനുള്ളത്. ഈ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ പിറകുവശം സാമൂഹ്യ വിരുദ്ധന്മാരുടെ കേന്ദ്രമാണെന്ന് ഞങ്ങൾ നേരത്തെ വാർത്തയിരുന്നു. അതിനനുസ്മരിപ്പിക്കുന്ന പല പ്രശ്നങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പല ആളുകളും ഞങ്ങളെ പല സമയമായി കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പ്രദേശം ഒരു സാമൂഹ്യ വിരുദ്ധന്മാരുടെ താവളമായി മാറുന്നു എന്ന് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഒരു ഏറ്റവും ഉത്തമ ഉദാഹരണം തന്നെയാണ് രാത്രി കാലങ്ങളിൽ ഏകദേശം 11 മണിയോടുകൂടിയാണ് ഈ പറയുന്ന മോഷണം ഇവിടെ നടന്നിട്ടുള്ളത്. അതും വളരെ മൃഗീയമായ രീതിയിലും വളരെ മോശകരമായ രീതിയിലുമാണ് ഒരു ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നു ചെന്ന് അതിൻ്റെ ശ്രീകോവിലും തിടപ്പള്ളിയും അതിൻ്റെ സ്റ്റോർ റൂമും ഒക്കെ അടിച്ചു തകർക്കുന്ന സാഹചര്യമുണ്ടായി. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ CCTV ഒക്കെ കമ്പ് കൊണ്ടും മറ്റും മറച്ചതിന് ശേഷമാണ് ഈ കള്ളൻ ഉള്ളിലേക്ക് കടന്നു ചെന്ന് ആക്രമണം നടത്തിയ 2 യുവാക്കളാണ്. എന്തായാലും പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി കൃത്യമായ രീതിയിൽ ഇതിൻ്റെ പ്രതികളെ പിടിക്കാൻ ആവശ്യമായ നടപടി എത്രയും പെട്ടെന്ന് സ്വീകരിക്കുമെന്നാണ് വാർത്ത 24 പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അടൂരിൽ നിന്നും ക്യാമറമാൻ സാദിഖിനൊപ്പം അജിത് പട്ടാഴി, വാർത്ത 24.